GK മിൻസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ശില്പ. +1 ബയോളജിക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സാണിത്. ചാപ്റ്റർ 1 ലിവിങ് വേൾഡ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ചാപ്റ്റർ 2 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടും കിങ്ഡം മോണിറെ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കാണാത്തവർ അത് ജസ്റ്റ് കാണുക. അത് മൊത്തം 3 ക്ലാസ് ഉണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കിങ്ഡം പ്രോട്ടിസ്റ്റയാണ്. ഈ ചാപ്റ്ററിൽ RH വിറ്റാക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അതിൽ കിങ്ഡം മൊണീറ പഠിച്ചു. ഇന്ന് കിങ്ഡം പ്രോട്ടിസ്റ്റയാണ് പഠിക്കാൻ പോകുന്നത്. ക്ലാസ് മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഒപ്പം ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സജഷൻസ്, ഫീഡ്ബാക്സ്, ഡൗട്ട്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ gkmins@gmail.com എന്ന മെയിൽ ID മെയിൽ ചെയ്യുക. അപ്പോൾ കിങ്ഡം പ്രോട്ടിസ്റ്റ, ഇതിനകത്ത് യൂക്യാരിയോട്സ് ആണ് വരുന്നത്. നമ്മൾ പറഞ്ഞു നേരത്തെ കിങ്ഡം മൊണീറയിൽ ഉണ്ടായിരുന്നത് പ്രോക്യാരിയോട്സ് ആണ്. മൊണീറയിൽ മാത്രമാണ് പ്രോക്യാരിയോട്സ് ഉള്ളത്. പിന്നെ അങ്ങോട്ട് വരുന്ന എല്ലാ കിങ്ഡത്തിലും യൂക്യാരിയോട്സ് ആണ്. പ്രോക്യാരിയോട്സ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസംസ്, യൂക്യാരിയോട്സ് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസംസ്. അപ്പോൾ പ്രോട്ടിസ്റ്റയിൽ വരുന്നത് സിംഗിൾ സെൽഡ് യൂക്യാരിയോട്സ് ആണ്. യൂണിസെല്ലുലർ ആയിട്ടുള്ള യൂക്യാരിയോട്സ്, ന്യൂക്ലിയസ് ഉള്ള യൂണിസെല്ലുലർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് പ്രോട്ടിസ്റ്റയിൽ വരുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് നിങ്ങൾക്ക് 5 മെമ്പേഴ്സിനെയാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണെന്ന് പറയാം. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മൗട്ട്സ്, പ്രോട്ടോസോയിൻസ്. ഈ 5 പേരെയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ക്രൈസോഫൈറ്റ്സ്, ഡൈനോഫ്ലജലേറ്റ്സ്, യൂഗ്ലിനോയിഡ്സ്, സ്ലൈം മൗട്ട്സ്, പ്രോട്ടോസോയിൻസ്. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്ന മെമ്പേഴ്സ് പ്രൈമർലി അക്വാറ്റിക് ആണ്. മെയിൻലി അക്വാറ്റിക് ഓർഗാനിസംസ് ആണ് കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്നത്. ഇനി നമുക്കിതിലെ ആദ്യത്തെ മെമ്പറിനെ നോക്കാം. ക്രൈസോഫൈറ്റ്സ്. Chrysophytes. This group includes diatoms and golden algae, which is also known as desmids. അപ്പോൾ ഇതിനകത്ത് വരുന്ന മെയിനായിട്ട് ഉള്ള 2 ഓർഗാനിസംസ് ആണ് ഡയാറ്റംസും ഗോൾഡൻ ആൽഗി. ഗോൾഡൻ ആൽഗിയാണ് നമ്മൾ ഡെസ്മിഡ്സ് എന്ന് പറയുന്നത്. ദേ ആർ ഫൗണ്ട് ഇൻ ഫ്രഷ് വാട്ടർ ആസ് വെൽ ആസ് ഇൻ മറൈൻ എൻവയോൺമെൻറ്റ്സ്. അപ്പോൾ ഈ ഓർഗാനിസത്തിൻ്റെ ഹാബിറ്ററ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് എയ്തർ ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് ആവാം, അല്ലെങ്കിൽ മറൈൻ എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്ന ഓർഗാനിസംസ് ആയിരിക്കാം. അതായത് ഓഷ്യനിക് എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്ന ഓർഗാനിസംസ് ആയിരിക്കാം. They are mostly microscopic and float passively in water currents. മെയിനായിട്ട് മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് ആണ്. നമുക്ക് നെയ്ക്കഡ് ആയിക്കൊണ്ട് കാണാൻ പറ്റില്ല. ആൻഡ് ഫ്ലോട്ട് പാസീവ്ലി ഇൻ വാട്ടർ കറൻറ്റ്സ്. വാട്ടർ കറൻറ്റ്സിൽ, വാട്ടർ സർഫസിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടന്നിട്ട് പ്ലാങ്ക്ടൺസ് ഫോം ചെയ്യും. അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നതിനെയാണ് നമ്മൾ പ്ലാങ്ക്ടൺസ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദം ആർ ഫോട്ടോസിന്തറ്റിക്. മെയിൻലി ഫോട്ടോസിന്തറ്റിക് ആണ്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴി സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് ക്രൈസോഫൈറ്റ്സ് മോസ്റ്റ്ലി. ആൻഡ് ഇൻ ഡയാറ്റംസ് ദ സെൽ വോൾസ് ഫോം 2 തിൻ ഓവർലാപ്പിംഗ് ഷെൽസ് വിച്ച് ഫിറ്റ് ടുഗദർ ആസ് ഇൻ എ സോപ്പ് ബോക്സ്. അപ്പോൾ നമ്മൾ സോപ്പ് ബോക്സ് കണ്ടിട്ടുണ്ട് അല്ലേ, സോപ്പ് കേസ്. അതിനകത്ത് 2 പാർട്ട് ഉണ്ടായിരിക്കും, 2 ലിഡ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ 2 കേസ് ഉണ്ടായിരിക്കും. അതിന് ഒരു സോപ്പ് ബോക്സിൽ 2 കേസും കൂടെ ഒരുമിച്ച് എങ്ങനെയാണോ ജോയിൻ ചെയ്തിരിക്കുന്നത് അതുപോലെയാണ് ഈ ഡയാറ്റംസിൻ്റെ സെൽ വോള് രണ്ടും ഇങ്ങനെ വന്ന് ഓവർലാപ്പ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആ 2 ഷെല്ലും ഓവർലാപ്പ് ചെയ്ത് വരുന്നത്. ദ വാൾസ് ആർ എംബഡഡ് വിത്ത് സിലിക്ക ആൻഡ് ദസ് ദ വാൾസ് ആർ ഇൻഡിസ്ട്രക്റ്റബിൾ. ഈ വാൾസ്, ഈ ഡയാറ്റംസിൻ്റെ വാൾസ് ഉണ്ടാക്കിയിരിക്കുന്നത് സിലിക്ക കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇൻഡിസ്ട്രക്റ്റബിൾ വാൾസ് ആണ്. പെട്ടെന്ന് ഡാമേജ് പറ്റുന്ന വാൾസ് അല്ല, നല്ല സ്ട്രോങ് വാൾസ് ആണ്, സിലിക്ക കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ. Thus, diatoms have left behind large amount of cell wall deposits in their habitat, and this accumulation over billions of years is referred to as diatomaceous earth. അപ്പോൾ ഡയാറ്റംസ് ഒരുപാട് വർഷമെടുത്ത് അവരുടെ ഈ സെൽ വോൾ ഡിപ്പോസിറ്റ്സ് അവരുടെ ഹാബിറ്ററ്റിൽ ലീവ് ചെയ്യുന്നുണ്ട്. ഈ സെൽ വോൾ ഡിപ്പോസിറ്റ്സ് ബില്യൺസ് ഓഫ് ഇയേഴ്സ്, ഒരുപാട് വർഷങ്ങൾ, കോടി വർഷങ്ങൾ അക്യുമുലേറ്റ് ചെയ്ത് കിടന്ന് ഫോം ചെയ്യുന്ന ഒരു മാറ്ററാണ് ഡയാറ്റോമീഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയാറ്റോമീഷ്യസ് എർത്തിന് കുറച്ച് യൂസസ് ഉണ്ട്. അതിവിടെ കൊടുത്തിട്ടുണ്ട്. ബീയിങ് ഗ്രിറ്റഡ്, ദ സോയിൽ ഈസ് യൂസ്ഡ് ഫോർ പോളിഷിംഗ്, ഫിൽട്രേഷൻ ഓഫ് ഓയിൽസ് ആൻഡ് സിറപ്സ്. നമ്മൾ പറഞ്ഞു ഈ ഡയാറ്റോമീഷ്യസ് എർത്ത് ആക്ച്വലി അത് സിലിക്കയാണ്. ഈ ഡയാറ്റംസിൻ്റെ സെൽ വോൾ ഡിപ്പോസിറ്റ്സ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ അത് സിലിക്കയാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു ഗ്രിറ്റി നേച്ചറുണ്ട്. സോ അത് പോളിഷിങ്ങിന് വേണ്ടിയിട്ടും ഓയിൽസ് ആൻഡ് സിറപ്സിൻ്റെ ഒക്കെ ഫിൽട്രേഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. Diatoms are the chief producers in the oceans. ഓഷ്യൻസിലെ മെയിൻ പ്രൊഡ്യൂസേഴ്സ് എന്നറിയപ്പെടുന്നത് ഡയാറ്റംസ് ആണ്. ഓർത്തിരിക്കുക, ഓഷ്യൻസിലെ പ്രധാനപ്പെട്ട പ്രൊഡ്യൂസേഴ്സ് എന്നറിയപ്പെടുന്നത് ഡയാറ്റംസ് ആണ്. നെക്സ്റ്റ്, ഡൈനോഫ്ലജലേറ്റ്സ്.
കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ മെമ്പറാണ് ഡൈനോഫ്ലജലേറ്റ്സ്. അപ്പോൾ ഇതിനകത്ത് ഓർഗാനിസംസ് മെയിൻലി മറൈൻ ആയിരിക്കും, ഫോട്ടോസിന്തറ്റിക് ആയിരിക്കും. അതായത് ഓഷ്യനിക് എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്ന ഓർഗാനിസംസ് ആയിരിക്കും. അവരുടെ ഹാബിറ്ററ്റ് മെയിനായിട്ട് മറൈൻ എൻവയോൺമെൻ്റ് ആയിരിക്കും. ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് ആയിരിക്കും. ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ്സ് വഴി സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഓട്ടോട്രോപ്സ് ആയിരിക്കും ഡൈനോഫ്ലജലേറ്റ്സ് എല്ലാം. ഇനി ഇവരുടെ സെൽസിനകത്തുള്ള പിഗ്മെൻറ്റിനെ ബേസ് ചെയ്ത്, പിഗ്മെൻ്റ് എന്താ, കളറിങ് കോമ്പൗണ്ടാണ്. അപ്പോൾ ആ പിഗ്മെൻറ്റിനെ ബേസ് ചെയ്ത് 5 ഇവരുടെ കളറിനെ നമുക്ക് തിരിക്കാം. അതായത് 5 കളറിൽ നമുക്ക് ഡൈനോഫ്ലജലേറ്റ്സിനെ കാണാൻ പറ്റും. യെല്ലോ, ഗ്രീൻ, ബ്രൗൺ, ബ്ലൂ അല്ലെങ്കിൽ റെഡ്, ഇങ്ങനെ പല കളറിൽ നമുക്ക് ഡൈനോഫ്ലജലേറ്റ്സിനെ കാണാൻ പറ്റും ബേസ്ഡ് ഓൺ ദ പിഗ്മെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ സെൽസ്. പിന്നെ ഉള്ളൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഇവരുടെ സെൽ വാൾ. സെൽ വാളിൻ്റെ ഔട്ടർ സർഫസിലായിട്ട് സ്റ്റിഫ് സെല്ലുലോസിക് പ്ലേറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സെൽ വാൾ റിജിഡ് ആയിരിക്കും. നല്ല സ്ട്രോങ് സെൽ വാൾ ആയിരിക്കും ഡൈനോഫ്ലജലേറ്റ്സിന് ഉണ്ടായിരിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദം ഹാവ് 2 ഫ്ലജല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കിങ്ഡം മൊണീറ പഠിച്ചപ്പോൾ പഠിച്ചു, ഫ്ലജല്ല എന്ന് പറയുന്നത് മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അപ്പൻഡേജ് ആണ്. അപ്പോൾ ഈ മിക്ക ഡൈനോഫ്ലജലേറ്റ്സിനും 2 ഫ്ലജല്ല ഉണ്ടായിരിക്കും. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനലി അറേഞ്ച് ചെയ്തതും ഒന്ന് ട്രാൻസ്വേഴ്സ്ലി അറേഞ്ച് ചെയ്തതും, അങ്ങനെ 2 ഫ്ലജല്ല ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസിനെ ഡൈനോഫ്ലജലേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓർക്കുക, 2 ഫ്ലജല്ല ഉള്ളത് കൊണ്ടാണ് ഡൈനോഫ്ലജലേറ്റ്സ് എന്ന് പേര് വന്നത്. And very often red dinoflagellates, example Gonialex, undergo such rapid multiplication that they make the sea appear red, that is red tides. Sometimes ഈ റെഡ് ഡൈനോഫ്ലജലേറ്റ്സ് റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടായിട്ട് പെട്ടെന്ന് തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട്, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും അവരുടെ നമ്പർ കൂടി കഴിയുമ്പോഴേക്കും ആ റെഡ് കളർ, ഈ റെഡ് ഡൈനോഫ്ലജലേറ്റ് എന്താ, റെഡ് കളറാണ്. അപ്പോൾ ആ റെഡ് കളർ ആ സീക്ക്, അവർ ജീവിക്കുന്ന ആ ഹാബിറ്ററ്റിന്, ആ ഓഷ്യനിക് എൻവയോൺമെൻറ്റിൽ ഇമ്പാർട്ട് ചെയ്തിട്ട് സീ നമുക്ക് റെഡ് കളറിൽ കാണാൻ പറ്റും. അതാണ് റെഡ് ടൈഡ്സ് എന്ന് പറഞ്ഞത്. ടോക്സിൻസ് റിലീസ്ഡ് ബൈ സച്ച് ലാർജ് നമ്പേഴ്സ് മേ ഈവൻ കിൽ അതർ മെറൈൻ ആനിമൽസ് സച്ച് ആസ് ഫിഷസ്. ആൻഡ് ഈ ഗോണിയലെക്സ് എന്ന് പറയുന്ന ഈ റെഡ് ഡൈനോഫ്ലജലേറ്റ് കുറച്ച് ടോക്സിക് ഇൻ നേച്ചറാണ്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ റാപ്പിഡ് ഡിവിഷൻ അല്ലെങ്കിൽ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുമ്പോൾ അവിടെ കുറച്ച് ടോക്സിൻസ് റിലീസ് ചെയ്യും. ആ ടോക്സിൻസ് മറ്റ് മെറൈൻ ആനിമൽസിന്, ഫിഷസ് പോലെയുള്ള മറ്റ് മെറൈൻ ആനിമൽസിന് ഹാംഫുൾ ആയിട്ട് വരും. നെക്സ്റ്റ്, കിങ്ഡം പ്രോട്ടിസ്റ്റയിലുള്ള 3ാമത്തെ മെമ്പറാണ് യൂഗ്ലിനോയിഡ്സ്. ഈ യൂഗ്ലിനോയിഡ്സ് പേര് കേൾക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി പണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ യൂഗ്ലിനെ പറ്റി. ആ യൂഗ്ലിന ഈ യൂഗ്ലിനോയിഡ് ഫാമിലിയിൽ വരുന്ന ഒരു മെമ്പറാണ്. ഇനി നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. Majority of them are freshwater organisms found in stagnant water. ഈ ഫാമിലിയിൽ വരുന്ന മിക്ക ഓർഗാനിസംസും ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് ആണ്. സ്റ്റാഗ്നൻറ്റ് വാട്ടറിൽ നമുക്ക് കാണാൻ പറ്റും. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ കാണുന്ന ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് ആണ്. Instead of a cell wall, they have a protein-rich layer called pellicle, which makes their body flexible. അപ്പോൾ നോക്കിയേ, ഇൻസ്റ്റെഡ് ഓഫ് എ സെൽ വാളിന് പകരം ഇവർക്കുള്ളത് ഒരു പ്രോട്ടീൻ റിച്ച് ലെയറാണ്. ആ ലെയറിനെ നമ്മൾ പെല്ലിക്കിൾ എന്ന് പറയും. അപ്പോൾ ഇവർക്ക് സെൽ വാൾ ഇല്ല, പകരം ഈ യൂഗ്ലിനോയിഡ്സിനുള്ളത് പെല്ലിക്കിളാണ്. പെല്ലിക്കിൾ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ റിച്ച് ലെയറാണ്. ഈ പെല്ലിക്കിൾ ഉള്ളത് കാരണം അവരുടെ ബോഡി നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും. പിന്നെ 2 ഫ്ലജല്ല ഉണ്ട്. ഒരു ഷോർട്ട് ഫ്ലജല്ലയും ഒരു ലോങ് ഫ്ലജല്ലയും കാണും. പിന്നെ ദേ വിൽ ബി ഫോട്ടോസിന്തറ്റിക് ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. സൺലൈറ്റിൻ്റെ പ്രസൻസിൽ, സൺലൈറ്റ് കിട്ടുന്ന സമയത്ത് അവർ ഫോട്ടോസിന്തറ്റിക് ആയിരിക്കും. അതായത് സ്വന്തമായിട്ട് പ്ലാന്റ്സ് എങ്ങനെയാണോ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ബട്ട് വെൻ ഡിപ്രൈവ്ഡ് ഓഫ് സൺലൈറ്റ് കിട്ടാതെ വരുന്ന സമയത്ത് ദേ ബിഹേവ് ലൈക്ക് ഹെട്രോട്രോപ്സ് ബൈ പ്രിഡേറ്റിംഗ് ഓൺ അതർ സ്മോളർ ഓർഗാനിസംസ്. അപ്പോൾ അവർക്ക് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ യൂഗ്ലിനോയിഡ്സ് ഫോട്ടോസിന്തറ്റിക് ആയിരിക്കും, ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് പ്രിപ്പയർ ചെയ്യും. പക്ഷേ സൺലൈറ്റ് കിട്ടാത്ത സമയത്ത് ദേ ബിഹേവ് ലൈക്ക് ഹെട്രോട്രോപ്സ് പോലെ ആക്ട് ചെയ്യും. എങ്ങനെ? ബൈ പ്രിഡേറ്റിംഗ് ഓൺ അതർ സ്മോളർ ഓർഗാനിസംസ്. മറ്റ് ഓർഗാനിസംസിനെ പ്രിഡേഷൻ വഴി, അങ്ങനെയാണ് അവർ ഹെട്രോട്രോപ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ദ പിഗ്മെൻറ്റ്സ് ഓഫ് യൂഗ്ലിനോയിഡ്സ് ആർ ഐഡൻറ്റിക്കൽ ടു ദോസ് പ്രസൻറ്റ് ഇൻ ഹയർ പ്ലാന്റ്സ്. അപ്പോൾ യൂഗ്ലിനോയിഡ്സിനകത്തുള്ള പിഗ്മെൻറ്റ്സ് ഹയർ പ്ലാന്റ്സിലുള്ള പിഗ്മെൻറ്റ്സ് പോലെയാണ്. ഹയർ പ്ലാന്റ്സിലുള്ള പിഗ്മെൻറ്റ്സുമായിട്ട് സിമിലർ ആണ് അല്ലെങ്കിൽ ഐഡൻറ്റിക്കലാണ് യൂഗ്ലിനോയിഡ്സിനുള്ള പിഗ്മെൻറ്റ്സ്.
ഇപ്പോൾ യൂഗ്ലിനോയിഡ് ഗ്രൂപ്പിൽ വരുന്ന ഒരു എക്സാമ്പിളാണ് യൂഗ്ലിന. ഇനി അടുത്ത മെമ്പറിനെ പഠിക്കാം. സ്ലൈം മൗൾസ്. സ്ലൈം മൗൾസ് ആർ സാപ്രോഫൈറ്റിക് പ്രോട്ടിസ്റ്റ്. സാപ്രോഫൈറ്റ്സ് ആണ്, അതായത് ഡെഡ് ഓർഗാനിക് മാറ്ററിനെ കൺസ്യൂം ചെയ്ത് ജീവിക്കുന്ന ഓർഗാനിസംസ് ആണ്. ദ ബോഡി മൂവ്സ് അലോങ് ഡീക്കേയിങ് ട്വിഗ്സ് ആൻഡ് ലീവ്സ് എൻഗൾഫിംഗ് ഓർഗാനിക് മെറ്റീരിയൽ. നമ്മൾ പറഞ്ഞു സ്ലൈം മോൾസ് സാപ്രോഫൈറ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീക്കേയിങ് ഓർഗാനിക് മാറ്റർ കൺസ്യൂം ചെയ്തിട്ടായിരിക്കും അത് ജീവിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ ഒരു മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഒന്ന് നോക്കാം. അണ്ടർ ഫേവറബിൾ കണ്ടീഷൻസ് ദേ ഫോം ആൻ അഗ്രിഗേറ്റ് കോൾഡ് പ്ലാസ്മോഡിയം വിച്ച് മേ ഗ്രോ ആൻഡ് സ്പ്രെഡ് ഓവർ സെവറൽ ഫീറ്റ്. ഇപ്പോൾ ഫേവറബിൾ കണ്ടീഷൻസ് വരുമ്പോഴേക്കും ഇത് ഗ്യാമേറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് ഒരു അഗ്രിഗേറ്റ് ഫോം ചെയ്യും. അതിനെ നമ്മൾ പ്ലാസ്മോഡിയം എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ പ്ലാസ്മോഡിയത്തിന് പിന്നീട് ഫെർദർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടാണ് അടുത്ത ജനറേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഓർക്ക് ഫേവറബിൾ കണ്ടീഷൻസ് വരുമ്പോഴേക്കും പ്ലാസ്മോഡിയം പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ഈ പ്ലാസ്മോഡിയത്തിന് ഫെർദർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടാണ് പുതിയ ഇൻഡിവിജ്വൽസ് ഉണ്ടാകുന്നത്. ഇനി അൺഫേവറബിൾ കണ്ടീഷൻസ് വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അൺഫേവറബിൾ കണ്ടീഷൻസ് വരുമ്പോഴേക്കും ഈ പ്ലാസ്മോഡിയം ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ഫ്രൂട്ടിംഗ് ബോഡീസ് ഉണ്ടാവും. ഈ ഫ്രൂട്ടിംഗ് ബോഡീസിൻ്റെ ടിപ്പിലായിട്ട് സ്പോസ് ഉണ്ടായിരിക്കും. സ്പോസ് ഡിസ്പേഴ്സ് ചെയ്തിട്ടാണ് സ്ലൈം മോൾസിൻ്റെ പുതിയ ഇൻഡിവിജ്വൽസ് ഉണ്ടാകുന്നത് അൺഫേവറബിൾ കണ്ടീഷൻസിൽ. അപ്പോൾ ഓർക്ക് അൺഫേവറബിൾ കണ്ടീഷൻസ് വരുമ്പോഴേക്കും പ്ലാസ്മോഡിയം ഡിഫറൻഷ്യേറ്റ് ചെയ്യും, ഫ്രൂട്ടിംഗ് ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും, അതിൻ്റെ ടിപ്പിലായിട്ട് സ്പോസ് ഉണ്ടായിരിക്കും. ഈ സ്പോസ് ഡിസ്പേഴ്സ് ചെയ്തിട്ടാണ് പിന്നീട് സ്ലൈം മോൾസിൻ്റെ പുതിയ ഇൻഡിവിജ്വൽസ് ഉണ്ടാവുന്നത്. ഈ സ്പോസിന് ട്രൂ വാൾസ് ഉണ്ടായിരിക്കും, അതിനെ സറൗണ്ട് ചെയ്തിട്ട് റിജിഡ് വാൾസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എക്സ്ട്രീംലി റെസിസ്റ്റൻറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം, അത് ഒരുപാട് വർഷം ഇതിന് സർവൈവ് ചെയ്യാൻ പറ്റും. എക്സ്ട്രീംലി റെസിസ്റ്റൻ്റ് ആണ്, കാരണം റിജിഡ് വാൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്ര നാൾ വേണമെങ്കിലും സർവൈവ് ചെയ്യാൻ പറ്റും, ഈവൻ അണ്ടർ അഡ്വേഴ്സ് കണ്ടീഷൻസ്. അത്രയും ഡിഫിക്കൽട്ട് കണ്ടീഷൻസിൽ പോലും സർവൈവ് ചെയ്യാൻ ഈ സ്പോസിന് പറ്റും. ഇനി കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ ലാസ്റ്റ് പഠിക്കാനുള്ള മെമ്പേഴ്സിനെ നോക്കാം. പ്രോട്ടോസോവൻസ്. ഓൾ പ്രോട്ടോസോവൻസ് ആർ ഹെട്രോട്രോപ്സ് ആൻഡ് ലീവ് ആസ് പ്രിഡേറ്റേഴ്സ് ഓർ പാരസൈറ്റ്സ്. അപ്പോൾ പ്രോട്ടോസോവൻസ് എല്ലാം ഹെട്രോട്രോപ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ മെമ്പേഴ്സൊക്കെ ഓട്ടോട്രോപ്സും ഉണ്ട്, ചിലതൊക്കെ ഹെട്രോട്രോപ്സും ഉണ്ട്. പക്ഷേ ഈ പ്രോട്ടോസോവൻസ് എന്ന് പറയുമ്പോഴേക്കും കംപ്ലീറ്റ്ലി ഹെട്രോട്രോപ്സ് ആണ്. അതായത് അവർ സ്വന്തമായിട്ട് ഒരിക്കലും ഫുഡ് പ്രിപ്പയർ ചെയ്യില്ല, മറ്റ് ഓർഗൻസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. ആൻഡ് ലീവ് ആസ് പ്രിഡേറ്റേഴ്സ് ഓർ പാരസൈറ്റ്സ്. അവർ ഒന്നുകിൽ പ്രിഡേറ്റേഴ്സ് ആയിരിക്കാം, അതായത് ഇര തേടി ജീവിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ പാരസൈറ്റ്സ് ആയിരിക്കാം, മറ്റുള്ള ഓർഗനിസത്തിൽ ജീവിച്ച് അതിൽ നിന്ന് ന്യൂട്രിഷൻ എടുക്കുന്നവരായിരിക്കാം. അതാണ് പാരസൈറ്റ്സ് എന്ന് പറഞ്ഞത്. ദേ ആർ ബിലീവ്ഡ് ടു ബി പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ഓഫ് ആനിമൽസ്. ആനിമൽസിൻ്റെ പ്രിമിറ്റീവ് റിലേറ്റീവ്സ് ആണ് പ്രോട്ടോസോവൻസ് എന്നാണ് പറയപ്പെടുന്നത്. 4 മേജർ ഗ്രൂപ്പ് ഓഫ് പ്രോട്ടോസോവൻസിനെ പറ്റി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അമീബോയിഡ് പ്രോട്ടോസോവൻസ്, ഫ്ലാജലേറ്റഡ് പ്രോട്ടോസോവൻസ്, സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് ആൻഡ് സ്പോറോസോവൻസ്. ഇപ്പോൾ ഒന്നുകൂടെ നോക്കാം ഏതൊക്കെയാണ്. അമീബോയിഡ് പ്രോട്ടോസോവൻസ്, ഫ്ലാജലേറ്റഡ് പ്രോട്ടോസോവൻസ്, സീലിയേറ്റഡ് പ്രോട്ടോസോവൻസ് ആൻഡ് സ്പോറോസോവൻസ്. അപ്പോൾ ഇത് 4ഉം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. എക്സാമിന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ് ഈ ഒരു ഏരിയ. അപ്പോൾ നന്നായി പഠിക്കുക. ഇനി നമുക്ക് ആദ്യത്തെ നോക്കാം. അമീബോയിഡ് പ്രോട്ടോസോവൻസ്. ദീസ് ഓർഗാനിസംസ് ലിവ് ഇൻ ഫ്രഷ് വാട്ടർ, സീ വാട്ടർ ഓർ മോയിസ്റ്റ് സോയിൽ. ഇപ്പോൾ അമീബോയിഡ് പ്രോട്ടോസോവൻസിൻ്റെ ഹാബിറ്ററ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എയ്തർ ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് ആവാം, അല്ലെങ്കിൽ മറൈൻ എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്നതാവാം, അതായത് സീ വാട്ടറിൽ ജീവിക്കുന്നതാവാം, അല്ലെങ്കിൽ മോയിസ്റ്റ് സോയിലിൽ ജീവിക്കുന്നതാവാം. ദേ മൂവ് ആൻഡ് ക്യാപ്ചർ ദെയർ പ്രേ ബൈ പുട്ടിംഗ് ഫോൾസ് ഫീറ്റ് ഓർ സ്യൂഡോപോഡിയ. അമീബയിലുള്ളത് പോലെ, അതുകൊണ്ടാണ് ഇതിനെ അമീബോയിഡ് പ്രോട്ടോസോവൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അമീബോയിഡ് പ്രോട്ടോസോവൻസിലുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് മെത്തേഡാണ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ടും അവരുടെ ആ സെല്ലിൻ്റെ സർഫസിൽ ഉണ്ടാവുന്ന ഒരു ടെമ്പററി പ്രൊട്രൂഷനെയാണ് സ്യൂഡോപോഡിയ എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക, ഒരു അമീബ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ സെൽ സർഫസിൽ ഉണ്ടാക്കുന്ന ഒരു ടെമ്പററി പ്രൊട്രൂഷനെയാണ് സ്യൂഡോപോഡിയ അല്ലെങ്കിൽ ഫോൾസ് ഫീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അമീബോയിഡ് പ്രോട്ടോസോവൻസ് മൂവ് ചെയ്യുന്നതും ഫീഡ് ചെയ്യുന്നതുമെല്ലാം ഈ ഫോൾസ് ഫീറ്റ് അല്ലെങ്കിൽ സ്യൂഡോപോഡിയ ഉപയോഗിച്ചാണ്. Marine forms have silica shells on their surface.
അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിന് 3 ഹാബിറ്ററ്റാണ് ഉള്ളത്. ഒന്നുകിൽ ഫ്രഷ് വാട്ടർ ഓർഗാനിസംസ് ആവാം, അല്ലെങ്കിൽ സീ വാട്ടറിൽ ജീവിക്കുന്നതാവാം, ഓർ മോയ്സ്റ്റ് സോയിലിൽ ജീവിക്കുന്നതാവാം. അപ്പോൾ ഈ സീ വാട്ടറിൽ ജീവിക്കുന്ന ഓർഗാനിസംസ് ആണെങ്കിൽ, അതാണ് മെറൈൻ എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്ന ഓർഗാനിസംസ് ആണെങ്കിൽ അവർക്ക് സിലിക്ക ഷെൽസ് ഉണ്ടായിരിക്കും. സർഫസിൽ സിലിക്ക ഷെൽസ് ഉണ്ടായിരിക്കും. സം ഓഫ് ദം സച്ച് എസ് എൻറ്റമീബ ആർ പാരസൈറ്റ്സ്. അപ്പോൾ ഈ അമീബോയിഡ് പ്രോട്ടോസോൻസിൽ ചിലത് പാരസൈറ്റ്സ് ആണ്. അതിനൊരു എക്സാമ്പിളാണ് എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക. ഈ എൻറ്റമീബ ഹിസ്റ്റോളിറ്റിക്ക ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് അമീബിയാസിസ്. അത് ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ കോളോണിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ്. ഇൻറ്റസ്റ്റൈനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ്. ഡയറിയ, ഫെറ്റിക്, വെയ്റ്റ് ലോസ് ഇതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ഫ്ലാജലേറ്റഡ് പ്രോട്ടോസോൺസ്. The members of this group are either free living or parasitic. അപ്പോൾ ഈ ഫ്ലാജലേറ്റഡ് പ്രോട്ടോസോൺസ് ഒന്നുകിൽ ഫ്രീ ലിവിങ് ആയിരിക്കാം, അല്ലെങ്കിൽ പാരസൈറ്റ്സ് ആയിരിക്കാം. ദേ ഹാവ് ഫ്ലജല. ഫ്ലജല ഉള്ളത് കൊണ്ടാണ് ഫ്ലാജലേറ്റഡ് പ്രോട്ടോസോൺസ് എന്ന് ഇവരെ വിളിക്കുന്നത്. ദ പാരസൈറ്റിക് ഫോം കോസസ് ഡിസീസസ് സച്ച് ആസ് സ്ലീപ്പിംഗ് സിക്നസ്. അപ്പോൾ ഇതിൻ്റെ പാരസൈറ്റിക് ഫോം ഉണ്ടാക്കുന്ന ഒരു ഡിസീസാണ് സ്ലീപ്പിംഗ് സിക്നസ്. അതിന് എക്സാമ്പിളാണ് ട്രിപ്പാനോസോമ. ഓർത്ത് വയ്ക്കുക, ട്രിപ്പാനോസോമയാണ് ഫ്ലാജലേറ്റഡ് പ്രോട്ടോസോണിനൊരു എക്സാമ്പിൾ. അതുണ്ടാക്കുന്ന ഡിസീസാണ് സ്ലീപ്പിംഗ് സിക്നസ്, അല്ലെങ്കിൽ ഗ്യാംബിയൻ ഫീവർ എന്നും സ്ലീപ്പിംഗ് സിക്നസ്സിനെ പറയാറുണ്ട്. അടുത്തത് സിലിയേറ്റഡ് പ്രോട്ടോസോൺസ്. ദേ ആർ അക്വാട്ടിക് ആക്റ്റീവ്ലി മൂവിങ് ഓർഗാനിസംസ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് തൗസൻഡ്സ് ഓഫ് സിലിയ. അപ്പോൾ നേരത്തെ നമ്മൾ ഫ്ലജല ഉള്ളതുകൊണ്ട് ഫ്ലജലേറ്റഡ് പ്രോട്ടോസോൺസ് പറഞ്ഞ പോലെ സിലിയ ഉള്ളതുകൊണ്ട് സിലിയേറ്റഡ് പ്രോട്ടോസോൺസ്. അപ്പോൾ ഫ്ലജല പോലെ തന്നെ മൂവ്മെൻറ്റിന് സഹായിക്കുന്ന മറ്റൊരു അപ്പൻഡേജാണ് സിലിയ. അപ്പോൾ ഈ ഓർഗാനിസത്തിനൊക്കെ തൗസൻഡ്സ് ഓഫ് സിലിയ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സിലിയേറ്റഡ് പ്രോട്ടോസോൺസ് എന്നും പറയുന്നത്. സോ ഇത്രയും സിലിയ ഉള്ളതുകൊണ്ട് തന്നെ അത് ആക്റ്റീവ്ലി മൂവിങ് ആയിരിക്കും, അക്വാട്ടിക്കുമാണ്. ദേ ഹാവ് എ ക്യാവിറ്റി കോൾഡ് ഗുലറ്റ് ദാറ്റ് ഓപ്പൺസ് ടു ദ ഔട്ട്സൈഡ് ഓഫ് ദ സെൽ സർഫസ്. അപ്പോൾ ഇതിനൊരു സ്പെഷ്യൽ ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റിയെ നമ്മൾ ഗുലറ്റ് എന്ന് പറയും. അത് സെൽ സർഫസിൻ്റെ പുറത്തേക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. The coordinated movement of rows of cilia causes the water laden with food to be steered into the gullet. അപ്പോൾ ഈ സിലിയ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആ സിലിയയുടെ കോർഡിനേറ്റഡ് മൂവ്മെൻറ്റ് കാരണം വാട്ടറും ഫുഡും എല്ലാം കൂടെ ഈ ഗുള്ളറ്റിലേക്ക്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ക്യാവിറ്റിയിലേക്ക് എൻ്റർ ചെയ്യും. ഇങ്ങനെയാണ് സിലിയേറ്റഡ് പ്രോട്ടോസോൺസിൻ്റെ ഫീഡിങ് നടക്കുന്നത്. എക്സാമ്പിൾ പാരമീസിയം. പാരമീസിയത്തിന് ഇതുപോലെ ലാർജ് നമ്പേഴ്സ് ഓഫ് സിലിയ ഉണ്ട്. അപ്പോൾ സിലിയേറ്റഡ് പ്രോട്ടോസോണിൻ്റെ ഒരു എക്സാമ്പിൾ പാരമീസിയമാണ്. നെക്സ്റ്റ്, സ്പോറോസോവൻസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് എ ഡൈവേഴ്സ് ഓർഗാനിസംസ് ദാറ്റ് ഹാവ് എ സ്പോർ ലൈക്ക് സ്റ്റേജ് ഇൻ ദ ലൈഫ് സൈക്കിൾ. അപ്പോൾ സ്പോർ ലൈക്ക് സ്റ്റേജ് ലൈഫ് സൈക്കിളിൽ ഉള്ള എല്ലാ ഓർഗാനിസം ഈ സ്പോറോസോവനകത്ത് ഇൻക്ലൂഡഡ് ആണ്. മോസ്റ്റ് നൊട്ടോറിയസ് ഇസ് ദ പ്ലാസ്മോഡിയം വിച്ച് കോസസ് മലേറിയ വിച്ച് ഈസ് ഹാവിങ് എ സ്റ്റാഗറിങ് ഇഫക്റ്റ് ഓൺ ഹ്യൂമൻ പോപ്പുലേഷൻ. ഈ സ്പോറോസോവൻ ഒരു എക്സാമ്പിളാണ് മലേറിയ പരത്തുന്ന പ്ലാസ്മോഡിയം സ്പീഷീസ്. ആ പ്ലാസ്മോഡിയം വൈവാക്സ് ആവാം, അല്ലെങ്കിൽ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ആവാം. ഇത് രണ്ടും മലേറിയ ഉണ്ടാക്കുന്ന സ്പീഷീസാണ്. സ്പോറോസോൺസിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്മോഡിയം എഴുതാം. പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം, പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം ഒവെയിൽ, ഇതൊക്കെ മലേറിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാരസൈറ്റ്സ് ആണ്. ഇതോടുകൂടി ജി കെ മിൻസിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കിങ്ഡം ഫംഗൈ പഠിക്കാം. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ സജഷൻസ് ആൻഡ് ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഏതൊരു കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ gkmins@gmail.com എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.